പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ, PLC. PLC എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുമ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ സെക്കൻഡ് ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് PLCക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, PLC എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലീഡ്, റിലേ, ലോജിക് ലാഡർ, പ്രോഗ്രാം ടൈമർ, സിമ്പിൾ പ്രോബ്ലംസ് ഉറപ്പായിട്ട് ചോദിക്കും. 10 മാർക്കിൻ്റെ പ്രോബ്ലം ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ അതിൻ്റെ പോയിൻ്റ് സ്ട്രെയിറ്റ് കട്ട്, കോണ്ടൂറിങ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PLCക്കകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 നമുക്ക് പഠിക്കാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേന് PLC എന്ന് പറയുമ്പോൾ ഫുൾ ഫോം എല്ലാവർക്കും അറിയാമല്ലോ, പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ എന്ന് പറയാം. ഇപ്പോൾ PLC ഈസ് സിംപ്ലി കമ്പ്യൂട്ടർ ഡിവൈസ് ഫോർ ഇൻഡസ്ട്രിയൽ കൺട്രോൾ ആപ്ലിക്കേഷൻസ്. കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ PLC ഉപയോഗിക്കുന്നത്. PLCയുടെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PLCക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ട്. കുറേ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും. റിലേസായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, ടൈമറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, കൗണ്ടർ, സീക്വൻസേഴ്സ്, ഇതൊക്കെയാണ് PLCയുടെ ഫങ്ഷൻ. എന്തോ റിലേ എന്ന് വെച്ചാൽ എന്താണ്? ഓരോന്നിൻ്റെ നമുക്ക് നോക്കി പോവാം. റിലേ എന്താണ്? PLCയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് പെർഫോംസ് ലോജിക് ഫങ്ഷൻസ് ലൈക്ക് റിലേ, ടൈമർ, കൗണ്ടർ, സീക്വൻസർ, അങ്ങനെ ഓരോന്നും ഒന്ന് പറഞ്ഞു. റിലേ എന്താണ്? റിലേ എന്ന് വെച്ചാൽ സ്വിച്ചാണ്. അതായത് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. എന്താ റിലേ വെച്ചാൽ? ഓൺ ആക്കണോ ഓഫ് ആക്കണോ, മനസ്സിലായില്ലേ? ഇതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. PLC എന്താ റിലേസ്. ടൈമർ എന്ന് വെച്ചാൽ എന്തുവാ? ടൈമർ എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ ബേസിക്സ് മുതലാണ് ഞാൻ പറയുന്നത്. PLC എന്താണെന്ന് ഒന്നും അറിയാത്ത ഒരാൾക്ക് മുതൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബേസിക് വിട്ട് പറയുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൂടെ കയറി പ്രോഗ്രാമിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ആദ്യം മുതൽ പറയുന്നത് PLC എന്താണ്, PLCയുടെ ഫങ്ഷൻ എന്താണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. PLCയുടെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. റിലേ എന്ന് വെച്ചാൽ സ്വിച്ച് ആക്ട് ചെയ്യും. ഒരു സർക്യൂട്ടിനകത്ത് ഒരു ഓൺ ആക്കണം, ഓഫ് ആക്കണം, അങ്ങനെയുള്ള ഒരു ഫങ്ഷൻ നിർവഹിക്കാൻ വേണ്ടി PLCക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തൊരു ഫങ്ഷൻ ഉപയോഗിക്കാൻ ടൈമർ എന്ന് വെച്ചാൽ എന്തുവാ? ഓരോ ഓപ്പറേഷൻസിനും ഓരോ ടൈമിംഗ് കാണും. ഓൺ ആവാൻ ഇത്ര സമയം ഓൺ ആവണം, അല്ലേ? ഓഫ് ആവണമെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞിട്ട് ഓഫ് ആവണം, അല്ലേ? അതൊക്കെ നമുക്ക് PLCക്കകത്ത് പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ പറയാം, നമ്മൾ 5 മിനിറ്റ് സ്വിച്ച് ഓൺ ആയിരിക്കണം, പിന്നെ 10 മിനിറ്റ് സ്വിച്ച് ഓഫ് ആയിരിക്കണം, അല്ലേ? അപ്പോൾ ആ ടൈമിങ് നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ PLC എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും? എന്തുവാ? എന്തോ ടൈമർ എന്ന് വെച്ചാൽ ടൈമറിൻ്റെ ഫങ്ഷൻ എന്തുവാ? കേൾക്കുന്നുണ്ടോ? കേൾക്കത്തില്ലെങ്കിൽ പറയണം. ഹലോ, കേൾക്കാം സാർ. പറഞ്ഞേ. റിലേസ് എന്ന് വെച്ചാൽ സ്വിച്ചാണ്. ഓൺ ഓഫ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി സ്വിച്ചായിട്ട് ഉപയോഗിക്കുന്നത്. ടൈമർ എന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് അതായത് ടൈമിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓൺ ആയിട്ടിരിക്കണം, ഓഫ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിനകത്ത് നമുക്ക് ഓരോ ഡിവൈസിൻ്റെ ടൈമിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കൗണ്ടറിൻ്റെ ഫങ്ഷൻ എന്തോ? കൗണ്ടർ ഏതെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുന്നു, ആ ഒരു ഇവൻറ്റിൻ്റെ നമ്പർ കൗണ്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കൗണ്ടറിനകത്ത്. ഇപ്പോൾ 1, 2, 3, 4, 5. ഇപ്പം എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുന്നു, ഓക്കെ, ആ ഇവൻറ്റിൻ്റെ നമ്പർ കൗണ്ട് ചെയ്തിട്ട് കൗണ്ടർ രൂപത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കൗണ്ടറിനകത്ത്. സീക്വൻസേഴ്സ് എന്ന് വെച്ചാൽ എന്താ? സീക്വൻസേഴ്സ് വെച്ചാൽ എന്താണ്?
പേരിനകത്ത് തന്നെ ഉണ്ട്. എന്താണ് നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങളെന്താ ആരും ഒന്നും മിണ്ടാത്തേ? സീക്വൻസിങ്. സീക്വൻസ് സൈസ് വെച്ച് കഴിഞ്ഞാൽ കുറേ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരു O1, O2, O3, O4, O5. അപ്പോൾ നമുക്ക് ഓരോ ടൈമിലും ഓരോ ഓപ്പറേഷൻസ് ഡിഫറെൻറ്റ് സീക്വൻസ് നടക്കണം. ആദ്യം നമ്മൾ പറയുക O1 നടക്കണം, പിന്നെ O3 നടക്കണം, പിന്നെ O5 നടക്കണം, പിന്നെ O2 നടക്കണം, പിന്നെ O4 നടക്കണം. അപ്പോൾ ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് വെക്കാൻ പറ്റും PLCക്കകത്ത്. മനസ്സിലായല്ലോ? ഓരോ ഓപ്പറേഷൻസ് നടക്കേണ്ട. ഇപ്പം നമുക്ക് 5 സ്വിച്ച് ഉണ്ട്. 1, 1, 2, 3, 4, 5, 6. ആദ്യം ഓപ്പൺ ആവേണ്ട സ്വിച്ച് 5 എന്നിരിക്കട്ടെ, പിന്നെ ഓപ്പൺ ആവേണ്ട 2 എന്നിരിക്കട്ടെ, പിന്നെ ഓപ്പൺ ആവേണ്ട 6 എന്നിരിക്കട്ടെ, പിന്നെ ഓപ്പൺ ആവേണ്ട 1. അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റും PLCക്കകത്ത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സർക്യൂട്ട് വർക്കാവും. അപ്പോൾ നമുക്ക് PLCയുടെ ബേസിക് ഫങ്ഷൻസ് ആയിട്ട് എന്തൊക്കെയാണ് 5 4 പറഞ്ഞത്? എന്തൊക്കെയാണ് പറഞ്ഞ് എന്തൊക്കെ ഫങ്ഷൻസ്? റിലേസായിട്ട് വർക്ക് ചെയ്യുന്നു, ടൈമറായിട്ട് വർക്ക് ചെയ്യുന്നു, കൗണ്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെന്താണ് സീക്വൻസസ്. എന്തൊക്കെയാണ്? നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് ഞാൻ പറയുമ്പോൾ തന്നെ ജസ്റ്റ് അതിൻ്റെ ഒരു പോയിൻ്റായിട്ട് എഴുതി വെച്ച് പോവുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചേക്കും, ലാസ്റ്റ് മൊമെൻറ്റ് ഇതെല്ലാം കൂടി PPT വായിച്ച് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഇത്രയും പതുക്കെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ടോപ്പിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇത്രയും സ്ലോലി പോകുന്നത്. സ്ലോലി പോകുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു സ്ലോ പേസിൽ പോകുമ്പോൾ ആ ഒരു ഇച്ചിരിയെങ്കിലും ഈസി ആയിട്ട് തോന്നിക്കൊണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പതുക്കെ പോകുന്നത്. ഇനി നമുക്ക് നോക്കാം PLCയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. PLC ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാം ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പറേഷൻ ഉണ്ട്. ഒരു ഓപ്പറേഷൻ അതൊരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് കാണും. 1, 2, 3, 4, 5, 6. വേറൊരു ഓപ്പറേഷനുണ്ട്, അതിനകത്ത് വേറെ കുറേ സ്റ്റെപ്സ് ആയിരിക്കും. 1, 2, 3, 4, 5, 6. ഇത് ഓപ്പറേഷൻ 1, ഇത് ഓപ്പറേഷൻ 2. ഈ 2 ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും 2 സീക്വൻസ് ഓഫ് സ്റ്റെപ്സാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് PLCക്കകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? അതായത് നമ്മുടെ ആ ഒരു കമ്പോണൻ്റ് പാർട്ട് മൊത്തത്തിൽ മാറ്റുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓൾറെഡി ഉള്ള പ്രോഗ്രാം ഇറേസ് ചെയ്തിട്ട് വീണ്ടും പുതിയൊരു പ്രോഗ്രാം കയറ്റി കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ആ പ്രോഗ്രാം അനുസരിച്ച് വർക്ക് ചെയ്യും. മനസ്സിലായോ? അതാണ് പ്രോഗ്രാമബിൾ. ഓക്കെ. രണ്ടാമത്തെ റീയൂസബിൾ എന്ന് പറയുന്നത്. റീയൂസബിൾ എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഒരു പ്രോഗ്രാം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, എന്നിട്ട് നമുക്ക് അടുത്ത ഓപ്പറേഷൻ വേണം. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാം ഇറേസ് ചെയ്തിട്ട് വീണ്ടും അടുത്ത പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ അത് നമുക്ക് വീണ്ടും പല തവണ നമുക്ക് പല ഇതായിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് സെയിം PLC തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് റീയൂസബിൾ എന്ന് പറയുന്നത്. റിലയബിൾ എന്ന് വെച്ചാൽ എന്താണ്? റിലയബിൾ എന്ന് വെച്ചാൽ എന്താണ് പറയണോ? അതൊക്കെ റിലയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് എന്താ പറയുന്നത്, നമുക്ക് വിശ്വസിക്കാം. ഓപ്പറേഷൻസ് പെട്ടെന്നൊന്നും അത് എന്താ മാൽ ഫങ്ഷനായി പോകത്തില്ല. റിയൽ ടൈം ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റിയൽ ടൈം ഓപ്പറേഷൻ എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ തിയറട്ടിക്കലായിട്ട് കുറേ കണ്ടീഷൻസ് പറയുവാണ്. കുറേ കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ കണ്ടീഷൻ വരുമ്പോഴത്തേന് നമ്മൾ തിയറട്ടിക്കലായിട്ട് പറഞ്ഞതിനെക്കാട്ടിലും ഒരു ഡിഫറെൻറ്റ് കണ്ടീഷൻ ആയിരിക്കും റിയൽ ടൈമിൽ വരുമ്പോഴത്തേന്. അപ്പോൾ ആ ഒരു ഓപ്പറേഷനിലും ഈ PLC നല്ല പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുമെന്നാണ് റിയൽ ടൈം ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയറായോ? ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത്ര ടെമ്പറേച്ചർ, ഇത്ര പ്രഷർ, ഇത്ര പാരാമീറ്റേഴ്സൊക്കെ ഉണ്ടാക്കി മാത്രമേ എന്നാൽ നമ്മൾ ഡിസൈൻ ചെയ്തത്. പക്ഷേ റിയൽ ടൈം കണ്ടീഷൻ വരുമ്പോഴത്തേനും അത് അതുപോലെ തന്നെ വരണമെന്നില്ല, അതിനകത്ത് മാറ്റം ഉണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ വന്നാലും ആ കണ്ടീഷൻസിലും PLC പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് റിയൽ ടൈം കണ്ടീഷൻ പറയുന്നത്. ഓക്കെ ആണോ?
ഓക്കെ. അതെ സർ. അടുത്ത് റഗ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റിന് സൂട്ടബിൾ ആയിട്ടുള്ളതാണ്. അതാണ് ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേന് ഒരു എക്സ്ട്രീം കണ്ടീഷൻസ് ആയിരിക്കുമല്ലോ. നോയിസ് ആയാലും ടെമ്പറേച്ചർ ആയാലും പ്രഷർ ആയാലും പിന്നെ എന്താ പറയുന്നത്, എല്ലാം എക്സ്ട്രീം കണ്ടീഷൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ എക്സ്ട്രീം കണ്ടീഷൻസിന് വർക്ക് ചെയ്യാൻ ഓക്കെ ആണ് എന്നാണ് ഈ റഗ്ഡ് എന്ന് പറയുന്ന ടൈം ഉദ്ദേശിക്കുന്നത്. ഈസി ടു സ്റ്റാർട്ട് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനെല്ലാം വളരെ എളുപ്പമാണ്. പിന്നെ ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത് ലാഡർ പ്രോഗ്രാമിംഗ് ആണ്. ലാഡർ എന്ന് വെച്ചാൽ എന്തുവാ? ലാഡർ എന്ന് വെച്ചാൽ എന്തുവാ? PLC കോഡ് ചെയ്യുന്ന ലാംഗ്വേജ്. ആ, സാധാരണ ലാഡർ എന്ന് വെച്ചാൽ എന്തുവാ? ഏണി. അത് ലാഡർ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം എഴുതുന്നൊരു ഏണി കൂട്ടാണ് കേട്ടോ. 2 ലൈൻ കാണും, ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ സ്റ്റെപ്സ് കാണും. ഇവിടെ ആയിരിക്കും നമ്മൾ പ്രോഗ്രാമിങ് സിമ്പിൾസ് ആയിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലാഡർ പ്രോഗ്രാമിങ്, ലാഡറിൻ്റെ ഫോമിലാണ് ഈ പ്രോഗ്രാം എഴുതുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലാഡർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലാഡർ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ PLCക്കകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് PLC? നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. അപ്പോൾ അത് പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം കോമ്പൻസേറ്റ് മച്ച് ഓഫ് ദി ഹാർഡ് വെയറിംഗ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് എ പ്രോസസ്സ്. നമ്മൾ യഥാർത്ഥത്തിൽ ഓരോ പ്രോസസ്സിനും ഹാർഡ് വെയറിംഗ്, അത് നമ്മൾ കണക്ഷൻസ് കൊടുക്കുക. ഒരെണ്ണത്തിനകത്തൊരു കണക്ഷൻസ് എടുത്ത് വേറൊരു കണക്ഷൻസ് കൊടുക്കുന്നത്. അങ്ങനെ കണക്ഷൻസ് മാറ്റി കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്തുമാത്രം മാറ്റിയാൽ മതി? പ്രോഗ്രാംസ് മാത്രം മതി. അപ്പോൾ കോഡിങ്, അതായത് കോഡിങ് വെച്ചാൽ പ്രോഗ്രാം. അപ്പോൾ ആ ലാഡർ പ്രോഗ്രാം മാത്രം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫ്ലെക്സിബിളായിട്ട് എററൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ PLC ഉപയോഗിക്കൊണ്ട് മെയിനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ എറർ വളരെ കുറവായിരിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോർ ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് പ്രോഗ്രാം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വയറിങ്ങും റീവയറിങ്ങും ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അതിനകത്ത് എന്താ പറയുന്നത്, കോഡിങ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? സിമ്പിളല്ലേ? ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. PLC എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കൺട്രോളറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. PLC ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. റിയൽ ടൈം എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് PLCയുടെ മെയിൻ അഡ്വാൻറ്റേജസ് നമുക്ക് ക്വിക്ക് റെസ്പോൺസാണ്, ഫാസ്റ്റ് റെസ്പോൺസാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ടൈമാണ്. ഫാസ്റ്റ് റെസ്പോൺസാണ് PLCയുടെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പം ഫാസ്റ്റ് റെസ്പോൺസാണ്. ഓക്കെ. പിന്നെ നമുക്ക് പറയാം എക്കണോമിക്കലാണ്, ട്രഡീഷണൽ സിസ്റ്റത്തിനെക്കാട്ടിലും എക്കണോമിക്കലാണ്, കോമ്പാക്റ്റ് ആണ്. ഇതൊക്കെ നമുക്ക് ജനറലായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ ആണോ? സിമ്പിളാണ്. ഈ കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതായിട്ട് മനസ്സിലാക്കി മാത്രമേ പ്രോഗ്രാമിംഗ് സെഷനോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. ക്ലിയർ ആണോ? നെറ്റ് കട്ടാവുന്നുണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കി. ഇതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഫ്ലെക്സിബിൾ എന്ന് പറയാൻ കാരണം എന്താ? പറഞ്ഞേ. ബൈഹേർട്ട് ചെയ്ത് വെക്കരുത്, ഓരോ കാരണങ്ങൾ മനസ്സിലാക്കി പഠിക്കട്ടെ. ഫ്ലെക്സിബിൾ എന്ന് പറയാൻ കാരണം എന്താ? ഉപയോഗിക്കാം. അതായത് ഓരോ ഓപ്പറേഷൻസിനും അതിൻ്റെ ഫിസിക്കൽ വയറിംഗ് ഒന്നും മാറ്റണ്ട. പിന്നെ എന്ത് മാത്രം മാറ്റിയാൽ മതി? പ്രോഗ്രാം മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് കാര്യം വെച്ചാൽ എന്താണ്? ഫാസ്റ്റ് റെസ്പോൺസാണ്. പിന്നെ എത്ര കോംപ്ലിക്കേറ്റഡ് സിസ്റ്റംസ് വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് പ്രോഗ്രാം ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. മനസ്സിലായില്ല? കോംപ്ലിക്കേറ്റഡ് സിസ്റ്റംസ്, കോംപ്ലിക്കേറ്റഡ് വയറിങ്ങും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് നമുക്ക് ഇതിൻ്റെ PLC പ്രോഗ്രാമിങ്ങിന് നമുക്ക് സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സിമ്പിൾ വയറിംഗ് ആണ്, റിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്, എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമാണ്, ട്രബിൾ ഷൂട്ട് ചെയ്യാൻ എളുപ്പം. ഇതൊക്കെ നിങ്ങൾക്ക് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് വായിച്ചു കിട്ടാൽ മതി. ഓക്കെ ആണല്ലോ?
സിമ്പിൾ വയറിങ്, ഈസി ടു റിപ്പയർ, ട്രബിൾ ഷൂട്ട് ചെയ്യാൻ ഈസിയാണ്, ഈസി ടു എക്സ്പാൻഡ്. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി സിമ്പിൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ, ഫാസ്റ്റ് റെസ്പോൺസ്, ഹാൻഡിൽ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റംസ്. ഇത് മൂന്നും സ്പെസിഫിക് ആയിട്ട് പറയണം. ഇത് നമുക്ക് ജനറലായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ ഓക്കെ. പിന്നെ എന്താണ്, മൂവിങ് പാർട്സ് ഇല്ല, ലെഗ്സ് എക്സ്പെൻസീവ് ആണ്, മെയിൻ്റനൻസ് ഫ്രണ്ട്ലി, ഈസിലി പ്രോഗ്രാമബിൾ, റഗ്ഡ് ആൻഡ് സൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റ്. ഞാനിത് പറഞ്ഞെന്താ അറിയോ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് PLC എന്ന് പറഞ്ഞ് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും പറയുന്നത്. അതിനകത്ത് മൂവിങ് പാർട്സ് ഒന്നും ഇല്ല, പിന്നെ എക്സ്പെൻസീവ് കുറവാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, മെയിൻ്റനൻസ് എളുപ്പമാണ്, ഈസിലി പ്രോഗ്രാമബിൾ ആണ്, റെഗ്ഡ് ആൻഡ് സൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റ് ആണ്. എന്ന് വെച്ചാൽ റെഗ്ഡ് ആൻഡ് സൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റ് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷൻസിനെല്ലാം അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താ ഉദ്ദേശിക്കുന്നത്? പല വർക്കിംഗ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെയാണ്. ഇനി അടുത്തത് നമ്മളപ്പോൾ PLC എന്താണെന്ന് പഠിച്ചു, PLCയുടെ ഫങ്ഷൻസ് എന്താ പഠിച്ചു, PLCയുടെ ഫീച്ചേഴ്സ് എന്താ പഠിച്ചു, PLCയുടെ അഡ്വാൻറ്റേജസും എല്ലാം പഠിച്ചു. പക്ഷേ ഇനി നമ്മൾ ഇതുവരെ പഠിച്ചില്ല PLC എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ പഠിച്ചില്ല. ആണോ? PLC എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചില്ല. നമുക്ക് നോക്കാം. ഒരു ജനറൽ കേസിൽ നമുക്കൊരു ബൾബുണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഈ അകത്തൊരു ബൾബുണ്ട്, ഒരു സ്വിച്ചും ഉണ്ട്. നമുക്ക് ഈ ബൾബ് ഓൺ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പറ? ഈ ബൾബ് ഓൺ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്വിച്ച് ഓൺ ആക്കണം. ഓഫ് ആക്കണമെങ്കിലോ സ്വിച്ച് ഓഫ് ആക്കണം. ആണോ? അപ്പം നമുക്ക് എപ്പോഴാണോ ബൾബ് ഓൺ ആക്കേണ്ടത് അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കണം. നമുക്ക് എപ്പോഴാണോ ബൾബ് ഓഫ് ആക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് എടുക്കണം? സ്വിച്ച് ഓഫ് ആക്കണം. പക്ഷേ ഇത് നമ്മളൊരു PLC ആയിട്ട് കണക്ട് ചെയ്തേക്കുവാണെന്നുണ്ടെങ്കിലോ, ഈ സ്വിച്ച് PLCക്കായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുവാണ്. എപ്പോഴൊക്കെയാണ്, ഏത് ടൈമിലാണ് സ്വിച്ച് ഓൺ ആവേണ്ടത്, അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലാണ്. ഇപ്പോൾ നമ്മൾ പറയുക ടെമ്പറേച്ചർ ഇത്ര ടെമ്പറേച്ചർ കൂടുമ്പോൾ, അല്ലെങ്കിൽ പ്രഷർ ഇത്ര കണ്ടീഷനിൽ കൂടുമ്പോൾ, അല്ലെങ്കിൽ ടൈമിങ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇടവിട്ട് സ്വിച്ച് ഓപ്പൺ ആവണം, അല്ലെങ്കിൽ 10 മിനിറ്റ് ഇടവിട്ട് ഓപ്പൺ ആവണം, അതിനുശേഷം 10 മിനിറ്റ് ഓഫ് ആവണം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ആ PLC എങ്ങോട്ട് കണക്ട് ചെയ്തേക്കുവാണ്? സ്വിച്ചിലോട്ട് കാണാം. അപ്പോൾ PLCക്കകത്ത് കൊടുത്തേക്കുന്ന പ്രോഗ്രാമിംഗ് എന്താണോ അതനുസരിച്ച് നമ്മുടെ സ്വിച്ച് ഓൺ ആവുകയും ഓഫ് ആവുകയൊക്കെ ചെയ്യും. ഏത് ടൈമിങ്ങിലാണ്. ഇപ്പോൾ പ്രഷർ കൂടുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുവാണ് പ്രഷർ കൂടുമ്പോൾ ഒരു സ്വിച്ച് ഓഫ് ആവണം, അപ്പോൾ ആ സമയത്ത് ഓഫായി. അത് ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുമ്പോൾ ഓൺ ആവണം, ആ സമയത്ത് ഓണായി. അല്ലെങ്കിൽ പറയുവാണ് ഒരു രാവിലെ 10 മണി തൊട്ട് 10:15 വരെ ഓൺ ആവണം, അപ്പോൾ നമ്മൾ ആ ടൈമിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാം. അപ്പോൾ അതുകൊണ്ടുള്ള എളുപ്പം എന്താണ്, നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് സിസ്റ്റത്തിൻ്റെ മണ്ടയ്ക്ക് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റഡ് കൺട്രോൾ പറ്റും. ആണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? PLC എന്തിനാണ് ഉപയോഗിക്കുന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സിമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ക്ലിയർ ആണോ പറയുന്നത്? അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കാം. PLC ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് എ സ്പെഷ്യൽ ഫോം ഓഫ് മൈക്രോ പ്രോസസ്സർ. അപ്പോൾ PLC എന്ന് പറയുമ്പോൾ ഒരു മൈക്രോ പ്രോസസ്സറാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസാണ് യൂസ് ചെയ്യുന്നത്. എന്താ യൂസ് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസാണ് യൂസ് ചെയ്യുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിനകത്ത് സീക്വൻസിങ്, ടൈം, കൗണ്ടിങ്, അല്ലെങ്കിൽ അർത്ഥമാറ്റിക്കൽ ഫങ്ഷൻസ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് പറഞ്ഞത്. സ്വിച്ചിൻ്റെ ലൈറ്റിൻ്റെ കാര്യം. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രം ലൈറ്റ് ഓൺ ആകും, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ മാത്രമേ ലൈറ്റ് ഓഫ് ആകത്തുള്ളൂ. പക്ഷേ ഇത് നമുക്ക് മാനുവലി നമ്മൾ ചെയ്യണം. പക്ഷേ നമ്മൾ എപ്പോഴൊക്കെ സ്വിച്ച് ഓൺ ആവണം, എപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആവണം, നമ്മളൊരു PLC പ്രോഗ്രാമിങ്ങിനകത്തൂടെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രോഗ്രാം അനുസരിച്ച് പറഞ്ഞേ എന്ത് സംഭവിക്കുന്നത്? ഓക്കെ, ക്ലിയർ ആണല്ലോ?
അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു നിൽക്കുന്നത്. ഈ സ്വിച്ച് ഹാസ് ടു ബി ടേൺ എ ലൈറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഓൺ ആഫ്റ്റർ സ്വിച്ച് ഈസ് ഫ്ലിപ്ഡ്. നമുക്ക് സ്വിച്ച് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റിൽ ഓൺ ആക്കണം, സ്വിച്ച് ഓഫ് ആക്കണമെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയുക ഇൻ അതർ കേസ് ഇഫ് ദർ ഇസ് എ റിക്വയർമെൻറ്റ് ഓഫ് ലൈറ്റ് ഷുഡ് ബി ഓപ്പറേറ്റഡ് അറ്റ് ഇൻ്റർവെൽ. നമുക്കറിയാം ഒരു റെഗുലർ പീരീഡ് ഓഫ് ഇൻ്റർവെല്ലിൽ ഇടവിട്ടിട്ട് ഈ സ്വിച്ച് ഓൺ ആവുകയോ ഓഫ് ആവുകയും ചെയ്യണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് മാനുവലി ഇത് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയും ചെയ്യണോ? അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ചെയ്ത് എന്ത് സംഭവിക്കും? ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് മാൻ പവർ. കൂടുതൽ ടൈമും കൂടുതൽ മാൻ പവറും ഒക്കെ അവിടെ വേണ്ടി വരും. ആണോ? ആണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഇൻപുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് PLC കൊടുക്കുക. PLC നമുക്ക് PLC യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആണോ? PLC കൊടുക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് സ്വിച്ച് വർക്ക് ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? ഒരു സിമ്പിൾ എക്സാമ്പിളാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇത് നിങ്ങൾക്കൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഇതുപോലെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനൊക്കെ നമുക്ക് PLC പ്രോഗ്രാമിങ്ങിൽ PLCയുടെ സഹായം ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു സർക്യൂട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഈ PLC എന്ന് വെച്ചൊരു മൈക്രോ പ്രൊസസ്സറാണ്. PLC നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ തമ്മിലാണ് കുറച്ച് ബേസിക് ഡിഫറൻസ് നമുക്ക് നോക്കാം. PLCക്കകത്തെന്ന് വെച്ചാൽ എന്താണ്? കീബോർഡില്ല, മോണിറ്റർ ഇല്ല, CD ഇന്റർഫേസ് അതൊന്നുമില്ല. പേഴ്സണൽ കമ്പ്യൂട്ടറിനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഫ്റ്റ്വെയർ ഉണ്ട്, ഇൻ്റർഫേസ് കാർഡ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ PLCക്കകത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് പോർട്സിലൂടെയാണ്. എന്താണ് PLCക്കകത്ത് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്? ഒരു ഇൻപുട്ട് പോർട്ട് കാണും, പിന്നെന്താ ഉള്ളത്? ഔട്ട്പുട്ട് പോർട്ട് കാണും. അപ്പോൾ ഇൻപുട്ട് പോർട്ടിലൂടെ നമ്മൾ എന്ത് കൊടുക്കും? പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുക്കും. ആണല്ലോ. ഔട്ട്പുട്ട് പോർട്ടിലൂടെ നമുക്ക് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടും. ആ സിഗ്നൽ നമുക്ക് എങ്ങോട്ട് കൊടുക്കും? സ്വിച്ചിലോട്ട് കൊടുക്കും. അപ്പം നമുക്ക് വേണ്ട എന്ത് ഫങ്ഷൻസാണ് അവിടെ നിർവഹിക്കുക അത് അവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ പേഴ്സണൽ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഒക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ഡിവൈസസ് ഉണ്ട് അല്ലേ? ഇൻപുട്ട് എന്തുവാ? കീബോർഡ്, മൗസ് അല്ലേ? ഔട്ട്പുട്ട് എന്തുവാ? മോണിറ്റർ, പ്രിൻ്റർ അല്ലേ? ആണോ? അല്ലേ? ഓക്കെ. ഇതിനകത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ലാഡർ പ്രോഗ്രാം യൂസ് ചെയ്താണ്. മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ആംബിയൻസിലാണ് അല്ലേ? ഇൻഡസ്ട്രിയൽ സിറ്റുവേഷൻസിലാണ് നമ്മൾ PLC കൂടുതലും ഉപയോഗിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ PLC എന്ന് പറയുമ്പോഴത്തേന് PLCക്കകത്ത് ഒരു PLC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് കാണും? ഒരു ഇൻപുട്ട് കാണും, പിന്നെന്ത് കാണും? ഒരു ഔട്ട്പുട്ട് കാണും. മനസ്സിലായില്ലേ? ഇനി ഇൻപുട്ട് കാണും, ഔട്ട്പുട്ട് കാണും. പിന്നെ ഇതിന് പവർ കൊടുക്കണമല്ലോ. പവർ കൊടുത്തെങ്കിലല്ലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ആണോ? പവർ കൊടുത്തെങ്കിലല്ലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ആണോ? ഓക്കെ. അപ്പോൾ നോക്കാം. ഇപ്പോൾ PLCയുടെ കമ്പോണൻസ് പറയുമ്പോൾ 3 കോർ ഏരിയസ് നമുക്ക് തിരിക്കാം. ഫസ്റ്റ് പവർ കൊടുക്കേണ്ട പവർ സപ്ലൈ ഉണ്ട്. സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേന് ഒരു സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്. തേർഡ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റാണ്. സെക്കൻഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തൊരു കൺട്രോളറുണ്ട്. ആ കൺട്രോളറിന് പറയുന്ന പേരാണ് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ്. എന്താണ്? CPU എന്ന് പറയാം. സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിന് വേണ്ട ഔട്ട്പുട്ടായിട്ട് മാറ്റുന്ന ആരാണ്? CPU ആണ്. പിന്നെ ഇതൊരു ഇലക്ട്രോണിക്സ് ഡിവൈസ് അല്ലേ?
ആണോ? ഇലക്ട്രോണിക് ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് വേണം? അതെ. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? പവറാണ്. പവർ വേണം. പവർ. അപ്പോൾ 3 കാര്യങ്ങളാണ് പി എൽ സിക്ക് വേണ്ടത്. എന്തൊക്കെയാ? എന്തൊക്കെയാ? പവർ സപ്ലൈ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് യൂണിറ്റ്. ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് നോക്കാം പി എൽ സി എങ്ങനെയാണ് വർക്ക് ചെയ്ത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പി എൽ സിക്ക് അതോട്ട് ശരിക്കും കയറാൻ പോവാണ്. പി എൽ സി എങ്ങനെ ചെയ്യുന്നത്? പി എൽ സി എക്സാമിൻസ് ദ സ്റ്റേറ്റ് ഓഫ് ഇൻപുട്ട് ഡിവൈസസ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടായി ചെക്ക് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യണം? നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു. ആ ഇൻപുട്ട് ആര് ചെക്ക് ചെയ്യും? ആര് ചെക്ക് ചെയ്യും? PLC. അതിനുശേഷം എന്ത് സംഭവിക്കും? എക്സിക്യൂട്ട് ദ പ്രോഗ്രാം ആൻഡ് ഓൾട്ടർ ദ ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദി പ്രോഗ്രാം. നമ്മൾ ആ കൊടുക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് പ്രോഗ്രാമാണോ ചെയ്ത് വെച്ചേക്കുന്നത് ആ പ്രോഗ്രാമിനനുസരിച്ചിട്ട് ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും. ഒരു പ്രോഗ്രാം നമ്മൾ പി എൽ സിക്കകത്ത് എന്തോ ചെയ്ത് വെച്ചേക്കുന്നത്? എന്ത് ചെയ്ത് വെച്ചേക്കുന്നത്? പ്രോഗ്രാം അല്ലേ? ആണോ? എന്ത് പ്രോഗ്രാം പൊടിച്ചില്ല ആർഡർ പോയി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എന്ത് കൊടുക്കുന്നത്? എന്താ കൊടുക്കുന്നത്? നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ആ ഇൻപുട്ട് ഇവിടെ പ്രോഗ്രാം ചെയ്തേക്കുന്ന അനുസരിച്ച് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിന് ശേഷം നമ്മൾ അവിടെ എന്ത് കിട്ടുന്നു? ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ഇത്രയും ഒരു പ്രോസസ്സിനെ പറയും ഇൻപുട്ട് എടുക്കുന്നു, എക്സിക്യൂഷൻ ചെയ്യുന്നു, ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഇത്രയും ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്കാൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് സ്കാൻ എന്ന് പറയുന്നത്. ഒരു പി എൽ സി എത്രയും പെട്ടെന്ന് ഒരു സ്കാനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു അത്രയും ഫാസ്റ്റാണ് നമ്മുടെ പി എൽ സി. ഇൻപുട്ടിനെ എടുത്ത് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് കൊടുക്കുന്നു. അത് എത്രയും ഫാസ്റ്റായിട്ട് ചെയ്യുന്നു അത്രയും ഫാസ്റ്റാണ് നമ്മുടെ പി എൽ സി. ഇപ്പോൾ സ്കാൻ ടൈം കൂടുതൽ സ്കാൻ ടൈം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പി എൽ സി എന്താണ്? സ്കാൻ ടൈം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ്. ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ എന്തുവാണ്? ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ ഇൻപുട്ട് എടുക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് വരുന്നു. ഔട്ട്പുട്ട്. അതിനെ പറയുന്നതാണ് സ്കാൻ. ആ ഒരു പ്രോസസ്സിന് എടുക്കുന്ന ടൈമിനെ പറയുന്ന പേരാണ് എന്ത്? സ്കാൻ ടൈം. അപ്പോൾ നമുക്ക് നോക്കാം എന്തുവാ ചെയ്യുന്നത്. സ്കാൻ തുടങ്ങുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു? ഇൻറ്റേർണൽ ചെക്ക് ചെയ്തു, എന്തെങ്കിലും എററുകളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇൻപുട്ട് എടുക്കുന്നു. ഇൻപുട്ട് എടുത്തതിന് ശേഷം ആ ഇൻപുട്ടിനെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന പ്രോഗ്രാമിൻ്റെ ബേസിസിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഔട്ട്പുട്ട് കൊടുത്ത് വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തുവാ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുവാ? സ്കാൻ, ഇൻറ്റേർണൽ ചെക്ക്, ഇൻപുട്ട് എടുക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, ഔട്ട്പുട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു, വീണ്ടും സെയിം പ്രോസസ്സ്. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? നടന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ എവിടെ ചേഞ്ച് വരുത്തണ്ടേ? പ്രോഗ്രാമിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അടുത്ത പ്രോഗ്രാം ഏതാണോ അതനുസരിച്ച് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ആണോ? അപ്പം സ്കാൻ എന്താണ്? സ്കാൻ ടൈം എന്താണ്? ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്ന പേരാണ് സ്കാൻ എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ടൈം വേണോ അതിനെ പറയുന്ന പേരാണ് സ്കാൻ ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിൽക്കട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾ നടത്താൻ പറഞ്ഞേ? എന്തൊക്കെയാണ് പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് സമ്മറൈസ് എന്ന് പറഞ്ഞേ.